ഇത് തീക്കളിയാണ് കേട്ടോ. ഇതിങ്ങനെ നിങ്ങൾക്ക് എന്തും ചെയ്തിട്ട് പോകാമെന്നും കരുതരുതേ. ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. ഇവിടെ പത്തനംതിട്ട നടക്കാൻ പോണ പ്രതിഷേധത്തെക്കുറിച്ച് സെക്രട്ടറി തന്നെ സംസാരിക്കും. എന്താ ഞാൻ കണ്ടല്ലോ ഈ വിഷയം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചാൽ ഞാൻ കണ്ടല്ലോ. സ്ത്രീയായിട്ടുള്ള മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ പരസ്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നോടൊന്ന് ചോദിച്ചിട്ട് ശ്രദ്ധ തിരിക്കാനാണോ ഈ ചെയ്യുന്നതെന്ന്? കേരളത്തിൽ നടപ്പുള്ള കാര്യമാണോ ഇതെന്ന്? ഒരുപക്ഷെ നിങ്ങളായിരിക്കും അതിന്റെ ഏർപ്പാടുണ്ടാക്കുന്ന ആള്. നേരത്തെ ചട്ടം കെട്ടിയിട്ട് വന്നതായിരിക്കും. അത് തന്നെ പറയാം. അതെ അതെ അതെ, അത് ബാക്കിയുള്ളൊക്കെ അവിടെ നോക്കിക്കോളും. കേരളമാണ് ആരോഗ്യരംഗത്ത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഒരു ശരാശരി പൗരന് ഇന്ത്യയിൽ ചെലവഴിക്കുന്ന ഇരട്ടിയിലധികമാണ് കേരളത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇന്നും 4 ആശുപത്രികളെ വിദേശികൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ കടന്നു വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് നമ്മുടെ നാട്ടിലെ ചികിത്സക്ക് താഴ്ന്ന ചെലവിന് സർക്കാർ ആശുപത്രികളിൽ നല്ല സേവനം കിട്ടുന്നുള്ളതാണ്. അതിനെ താറടിച്ചുകൊണ്ടും തകർത്തുകൊണ്ടുമല്ലാതെ നമ്മുടെ ആരോഗ്യ മേഖലയെ കമ്പോളത്തെ കീഴ്പ്പെടുത്താനായിട്ട് ഈ ദുഷ്ടശക്തികൾക്ക് കഴിയത്തില്ല. അവർക്ക് ഒത്താശ ചെയ്യുന്നവരായിട്ട്, അവർക്ക് വഴിയൊരുക്കുന്നവരായിട്ട് KSUവും കോൺഗ്രസും മാറിയിരിക്കുകയാണ്. ഇത് തീക്കളിയാണ് കേട്ടോ. ഇതിങ്ങനെ നിങ്ങൾക്ക് എന്തും ചെയ്തിട്ട് പോകാമെന്നും കരുതരുതേ. ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. ഇവിടെ പത്തനംതിട്ട നടക്കാൻ പോണ പ്രതിഷേധത്തെക്കുറിച്ച് സെക്രട്ടറി തന്നെ സംസാരിക്കും. എന്താ ഞാൻ കണ്ടല്ലോ ഈ വിഷയം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചാൽ ഞാൻ കണ്ടല്ലോ. ആക്രമിക്കുന്ന കണ്ടു, നിശ്ചയമായിട്ടും കണ്ടു. നിങ്ങളുടെ തന്നെ TV കണ്ടല്ലോ ഞാൻ. മന്ത്രിയുടെ കൈറ്റം ചെയ്യുന്ന ഇടിച്ചു കയറി ചെല്ലുന്നത് അതെ കണ്ടല്ലോ. കണ്ട കാര്യം നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാവുന്നത്? അപ്പോ ഇത് ഗൗരവമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏത് നടപടി? മിസ്റ്റർ എന്താ നടപടി എടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, 10,000-ൽ പരം ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയോഗിക്കാം. നമ്മുടെ എല്ലാ PHIസും ഫാമിലി ആരോഗ്യ കേന്ദ്രമായിട്ട് രാവിലെയും വൈകുന്നേരം തുറക്കാൻ ഏർപ്പാടുണ്ടാകുക. എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുക. ഇതൊക്കെയല്ലേ നടപടി? മന്ത്രി വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് 10,000 രൂപയാണ് ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആശുപത്രിക്കാർ കൊടുക്കുന്നത് എന്ന്. അതെ, മന്ത്രി തന്നെ പൊതുജനത്തോട് പരാതി അല്ല, മന്ത്രിക്ക് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സർക്കാർ ആശുപത്രിയുടെ കാര്യം പറയാം. സർക്കാർ ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് എന്നതിന് തെളിവ് സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണ്. പക്ഷെ ആ ചോദ്യമൊക്കെ ഇപ്പോഴാണോ ചോദിക്കേണ്ടത്? സ്ത്രീയായിട്ടുള്ള മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ പരസ്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നോടൊന്ന് ചോദിച്ചിട്ട് ശ്രദ്ധ തിരിക്കാനാണോ ഈ ചെയ്യുന്നതെന്ന്? കേരളത്തിൽ നടപ്പുള്ള കാര്യമാണോ ഇതെന്ന്? ഒരുപക്ഷെ നിങ്ങളായിരിക്കും അതിന്റെ ഏർപ്പാടുണ്ടാക്കുന്ന ആള്. നേരത്തെ ചട്ടം കെട്ടിയിട്ട് വന്നതായിരിക്കും. അത് തന്നെ പറയാം. അതെ അതെ അതെ, അത് ബാക്കിയുള്ളൊക്കെ അവിടെ നോക്കിക്കോളും. ഇവിടെ മുൻപേ മുഖ്യമന്ത്രി കരിങ്കൊടി എന്ന് കാണിച്ചതിന്റെ പേരില്, രക്ഷാപ്രവർത്തനം എന്ന പേരില് കോൺഗ്രസ്സുകാരെ വാരിയിട്ട് അടിച്ചതാണ്. മിസ്റ്റർ, ഒരു ഔചിത്യബോധം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനാണെങ്കിലും നന്നാണ് കേട്ടോ. ഒരു സ്ത്രീയായിട്ടുള്ള മന്ത്രിയെ റെയിൽവേ സ്റ്റേഷനിൽ പരസ്യമായിട്ട് 2 പേര് പെട്ടെന്ന് കടന്നാക്രമിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വർത്തമാനം എല്ലാം പറഞ്ഞു കിടക്കണം. നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ.